പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള ന്യൂക്ലിയൈ എന്ന ചാപ്റ്റർ ആണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന മറ്റൊരു ചാപ്റ്റർ തന്നെയാണ് ന്യൂക്ലിയൈ. ഈ ചാപ്റ്ററിൽ നമ്മളെ തുടക്കത്തില് ഫസ്റ്റത്തെ പാർട്ടില് ആദ്യത്തെ ഒരു ഭാഗം ന്യൂക്ലിയസിനെ പറ്റിയൊക്കെയാണ്. പ്രത്യേകിച്ചും അതിന്റെ സൈസ്, റേഡിയസ്, ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗത്ത് റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഒരു ഭാഗവുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ന്യൂക്ലിയൈ എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നത് റോദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ ന്യൂക്ലിയൈ എന്നുള്ള ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദി പാർട്ടും എംപ്റ്റി ആണ്. The entire positive charge and most of the mass of the atom must be concentrated in a tiny central core of the atom. It is called atomic nucleus. ആറ്റത്തിന്റെ ടോട്ടൽ, അതിന് മൊത്തം പോസിറ്റീവ് ചാർജും 99.9% ഓഫ് മാസും, ആറ്റത്തിന്റെ മാസും ഉള്ളത് വളരെ ചെറിയൊരു ഭാഗത്താണ്, ഒരു ടൈനി സെൻട്രൽ കോറിലാണ്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. വളരെ ചെറുതാണ് ന്യൂക്ലിയസ്. ആറ്റവുമായി കമ്പയർ ചെയ്യുമ്പോൾ, ആറ്റം തന്നെ ചെറുതാണെന്ന് നമുക്കറിയാം, ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരുപാട് ചെറുതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ ക്ലാസ് റൂമിന്റെ അത്ര ഒക്കെ വലിപ്പം ആറ്റത്തിന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് സെന്ററിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം സൈസ് ആ ക്ലാസ് റൂം വെച്ച് നോക്കുമ്പോൾ ഡോട്ടിന് ഉണ്ടാവുമോ, അത്രയും ചെറുതാണ് ഒരു ആറ്റം വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയൈ. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വളരെ ചെറിയ ഭാഗത്താണ് ഈ ന്യൂക്ലിയസ് ഉള്ളത്. സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് 10⁻⁻15 മീറ്ററിന്റെ ഓർഡറിലാണ്, ഫെർമിന്റെ ഓർഡറിലാണ്. ആറ്റോമിക് സൈസ് ഒരു ആങ്സ്ട്രം ഓർഡറിലും ആണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഭാഗമാണ്. അവിടെയാണ് മൊത്തം ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ളത്. അതേപോലെ തന്നെ ആറ്റത്തിന്റെ ആൾമോസ്റ്റ് 99.9% മാസ് ഉള്ളതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഓക്കെ, ആറ്റം നമ്മൾ പറഞ്ഞു, ആറ്റത്തിന്റെ മാസ് ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ മാസം ഒക്കെ, ആറ്റവും ന്യൂക്ലിയസ് ഒക്കെ വളരെ ചെറുതാണ് കമ്പാരിറ്റീവ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മാസ് നമ്മൾ പറയുമ്പോൾ, നമ്മൾ സാധാരണ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിലും കിലോഗ്രാം എന്നുള്ള മാസിനൊക്കെ പറയാന് എന്നെക്കാളും എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് ഇതിന്റെ മാസ്. ഒരു കിലോഗ്രാം പോയിട്ട് അതിന്റെ വളരെ 0.0000 ഇങ്ങനെ പറയേണ്ടി വരും, അത്രയും കിലോഗ്രാം എന്ന രൂപത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആറ്റത്തിന്റെ മാസമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പുതിയൊരു യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിൽ +1 ഓൾറെഡി പരിചയപ്പെട്ട സാധനം തന്നെയാണ് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞ AMU. നോക്കൂ, ആറ്റോമിക് മാസസ് ഇറ്റ് ഈസ് മെഷേർഡ് യൂസിങ് മാസ് സ്പെക്ട്രോമീറ്റർ. മാസ് സ്പെക്ട്രോമീറ്റർ അവിടെ ചിത്രത്തിൽ കാണാം. മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ആറ്റത്തിന്റെ മാസമൊക്കെ കാണാം. ന്യൂക്ലിയസിന്റെ മാസുകളൊക്കെ ആറ്റത്തിന്റെ മാസ് കണ്ടിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിന്റെ മാസ് കിട്ടുക. അപ്പോൾ ആറ്റത്തിന്റെ മാസമൊക്കെ കാണാൻ നമ്മൾ മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. എന്തിനാ? ദ സ്മോളർ യൂണിറ്റ് ഓഫ് മാസ് വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ന്യൂക്ലിയർ മാസ് ഓർ ആറ്റോമിക് മാസസ് ആർ കോൾഡ് ആറ്റോമിക് മാസ് യൂണിറ്റ്. ആറ്റത്തിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ മാസമൊക്കെ കാണാൻ ഉപയോഗിക്കുന്ന വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് നമ്മൾ ആറ്റോമിക് മാസ് യൂണിറ്റ്, AMU എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? വാട്ട് ഈസ് 1 AMU? 1 AMU ഈസ് ഡിഫൈൻഡ് ആസ് ദി 1/12 ടൈംസ് മാസ് ഓഫ് 1 കാർബൺ-12 ആറ്റം. ഒരു കാർബൺ-12 ആറ്റത്തിന്റെ 1/12 ടൈംസ്, 12ൽ ഒരു ഭാഗമാണ്, ഇതിനെയാണ് നമ്മൾ 1 AMU എന്ന് വിളിക്കുന്നത്. അപ്പൊ 1 AMU എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 1 കാർബൺ-12 ആറ്റം ബൈ 12 അല്ലെ. ഒരു കാർബൺ-12 ആറ്റത്തിന്റെ മാസ് എടുക്കുക, ഒറ്റ ആറ്റത്തിന്റെ മാസ് എടുക്കണേ. ഓക്കെ, ഒരു ആ കാർബൺ-12 ആറ്റത്തിന്റെ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു AMU കിട്ടും. ഇനി 1 കാർബൺ-12 ആറ്റത്തിന്റെ മാസ് എങ്ങനെയാ കാണാൻ പറ്റുക? അത് വേണമെങ്കിൽ നമുക്ക് ഇത് പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കി ഈ ആൻസറിലേക്ക് കിട്ടും. 1 AMU ഈക്വൽ ടു, നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് 1 AMU. ചിലപ്പോൾ വെറും യു എന്നും പറയാറുണ്ട് ആറ്റോമിക് മാസ് യൂണിറ്റിനെ. സോ 1 ആറ്റോമിക് മാസ് യൂണിറ്റ് 1 AMU എന്ന് പറഞ്ഞാൽ 1.6605 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഇതെങ്ങനെ നമുക്ക് കിട്ടിയത്? മാസ് ഓഫ് 1 കാർബൺ-12 ആറ്റത്തിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മാസ് ഓഫ് 1 കാർബൺ-12 ആറ്റം എങ്ങനെ കിട്ടുക? കാർബൺ-12 ആറ്റം അതിന്റെ മാസ് നമ്പർ 12 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാനും 12 ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ, കാർബൺ-12 ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും.
അപ്പോൾ 12 ഗ്രാമിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ്റത്തിന്റെ മാസ്, അപ്പോൾ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6. എത്ര അവഗാഡ്രോ നമ്പർ? 6.023 ഇൻറ്റു 10⁻23 ആറ്റത്തിന്റെ മാസാണ് 12 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന്റെ മാസ് എങ്ങനെ കിട്ടുക? ഒരു ആറ്റത്തിന്റെ മാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 12/6 അവഗാഡ്രോ നമ്പർ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് കിട്ടും. അപ്പൊ 12/6.023 ഇൻറ്റു 10⁻23 അത്രയും ഗ്രാമാണ് ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ്. അതിനെ വീണ്ടും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു AMU കിട്ടും. അത് ഗ്രാമിലാണ് കിട്ടുക. അതിനെ കിലോഗ്രാമൊക്കെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. അപ്പോൾ നമുക്ക് 1 AMUന്റെ വാല്യൂ 1.6605. ഇനി 1.66 എത്ര വരെ ഓർത്ത് നോക്കാം? 1.66 ഇൻറ്റു 10⁻27 കിലോഗ്രാം. ഇതാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന മറ്റൊരു ടേം, ദ എനർജി ഈക്വാലന്റ് ഓഫ് 1 AMU. ഒരു AMUന് ഈക്വാലന്റ് ആയിട്ടുള്ള എനർജി എത്ര? ഈ ഒരു വാല്യൂ ഇതൊന്നും ചെയ്ത് കാണാതെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വാല്യൂ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ചാപ്റ്ററിന്റെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജിയും ഒക്കെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഇത് പ്രോബ്ലം ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ദ എനർജി ഈക്വാലന്റ് ഓഫ് 1 AMU. ഒരു AMU ഒരു ആറ്റോമിക് മാസ് യൂണിറ്റിന് തുല്യമായിട്ടുള്ള എനർജി എത്രയാണ്? മാസ് നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഐൻസ്റ്റീന്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. സോ വി ഹാവ് ഇക്വേഷൻ E=mc². അപ്പൊ നമ്മളവിടെ എം മാസിന്റെ വാല്യൂ 1 AMU ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ എനർജിന്റെ വാല്യൂ കാണാൻ അത്രേ നമ്മൾ ചെയ്യണുള്ളൂ. സോ എമ്മിന്റെ മാസ് നമ്മൾ AMU കൊടുത്തു. ഒരു AMU എന്ന് പറഞ്ഞാൽ 1.66 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആണ്. അത് കൊടുത്തു ഇൻറ്റു സിന്റെ വാല്യൂ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 ഇൻറ്റു 10⁻8 ആണ്. അതിന്റെ സ്ക്വയർ അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും 1.49 ഇൻറ്റു 10⁻10 ജൂൾ. ഇത്രയും ജൂളിൽ എനർജി കിട്ടും. നമ്മൾ അതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 1.6 ഇൻറ്റു 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, -19. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലാണ് കിട്ടുക. നമ്മൾ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 10⁻6 കൂടി വരും. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് 1.6 ഇൻറ്റു 10⁻13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. 1.6 ഇൻറ്റു 10⁻19 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ EV എന്നുള്ള യൂണിറ്റിലാണ് കിട്ടുക. ജൂൾ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ജൂളിനെ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.6 ഇൻറ്റു 10⁻13 -13 കൊണ്ട് -19 ഒരു 6 കൊടുക്കുക. അപ്പൊ -13 കിട്ടും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 931.25 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് ആ പോയിന്റ് പിന്നെ ഒഴിവാക്കിയിട്ട് പറയാം 1 AMU എന്ന് പറഞ്ഞാൽ 931 MeV. അപ്പൊ ഇതൊന്ന് ബോക്സിലാക്കി വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോബ്ലം ചെയ്യും. കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ അങ്ങനത്തെ ഭാഗത്തുള്ള പ്രോബ്ലംസ് നമ്മൾ പറയും. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം. ഈ വാല്യൂ 1 AMU എന്ന് പറഞ്ഞാൽ അതിന് ഈക്വാലന്റ് ആയിട്ടുള്ള എനർജി 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. യൂണിറ്റ് ഓർത്ത് വെക്കണേ, മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. അപ്പോ പിന്നെ നമ്മൾ അടുത്തത് കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയസ്. ഇത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ പറയുന്നുള്ളൂ. കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. നമുക്കറിയാം എല്ലാ പിന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ എന്താണ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോൺസും, സാധാരണയായിട്ട് പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഹൈഡ്രജൻ അല്ലാത്ത എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റും ഹൈഡ്രജന്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ? ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ആ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1H1 ആണ് അല്ലെ. ഒരു ഉള്ളിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, പുറത്തൊരു ഇലക്ട്രോണും ഉണ്ട്. അതാണ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ അല്ലാതെ വേറെ ഏത് ആറ്റം എടുത്താലും, ഹീലിയം മുതൽ നമ്മൾ അവസാനത്തെ ആറ്റം വരെയുള്ള ഏത് ആറ്റം എടുത്താലും അതിന്റെ ഉള്ളിൽ പ്രോട്ടോൺസും, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോൺസും ഉണ്ടാവും, ഇലക്ട്രോൺസും ഉണ്ടാവും. പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസും ഉണ്ടാവും. ഇലക്ട്രോൺസ് പുറത്തുമാണ്, ന്യൂക്ലിയസിന് പുറത്തും ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത്. എവരി ആറ്റോമിക് ന്യൂക്ലിയസ് എക്സെപ്റ്റ് ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ഹാസ് 2 types of particles, protons and neutrons. Nucleus of hydrogen contains only 1 proton. നമുക്കറിയാം. അപ്പൊ എല്ലാത്തിലും ഉള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇനി നമ്മൾ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ഒക്കെ മാസ് ഏകദേശം ഏത് വാല്യൂയിലാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. മാസ് ഓഫ് പ്രോട്ടോൺ MP നമ്മൾ കൊടുക്കാം. പ്രോട്ടോണിന്റെ മാസ് 1.673 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. അതിന് AMU എന്നുള്ള യൂണിറ്റ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ 1.007825 AMU. ഇതാണ് ഒരു പ്രോട്ടോണിന്റെ മാസ്. 1836 ടൈംസ് ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണിനേക്കാളൊക്കെ മാസീവ് ആണ് പ്രോട്ടോൺ അല്ലെ. ഇലക്ട്രോണിന്റെ മാസ് എത്ര? 9.1 ഇൻറ്റു 10⁻31 -31 ആണ് ഇലക്ട്രോണിന്റെ മാസ് വരുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ മാസീവ് ആണ് പ്രോട്ടോണിന്റെ മാസ്. ഒരുപാട് ടൈംസ് നമ്മൾ പറഞ്ഞ 1836 ടൈംസ് ഇത്രയും മടങ്ങ് വലുതാണ് പ്രോട്ടോണിന്റെ മാസ്. ഇനി ന്യൂട്രോണിന്റെ മാസ് ആണെങ്കിലോ MN, മാസ് ഓഫ് ന്യൂട്രോൺ
1.675 into 10⁻⁻27 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1.008665 AMU. 1840 ടൈംസ് ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ മാസം ന്യൂട്രോണിന്റെ മാസം നിങ്ങൾക്ക് അറിയണം. അത് ഇനി ഫുൾ വാല്യൂ ഓർമ്മയില്ലെങ്കിൽ പ്രശ്നമില്ല. 1.6 മതി. 1.67 ആണ് മറ്റേ 1 to 1.67 തന്നെയാണ്. 1.67 into 10⁻⁻27 കിലോഗ്രാം. പ്രോബ്ലം ചെയ്യുമ്പോൾ 1.67 എന്ന് ഉപയോഗിച്ചാൽ മതി, പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും. പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കണം, കമ്പാരിറ്റീവ്ലി മാസീവ് ആരാണ്? പ്രോട്ടോൺ ആണോ ന്യൂട്രോൺ ആണോ? ന്യൂട്രോൺ ആണ് അല്ലെ. ന്യൂട്രോണിന്റെ 1.67 കഴിഞ്ഞൊരു 5 ആണ് വരുന്നത്, മറ്റോട് 3 വരുന്നുള്ളൂ. ഇനി ആറ്റോമിക് മാസ് യൂണിറ്റിന്റെ രൂപത്തിൽ പറയാൻ 1.00 കഴിഞ്ഞിട്ട് 7 ആണ് പ്രോട്ടോൺ, ഇവിടെ 8 ആണ് ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ ആണ് പ്രോട്ടോണിനേക്കാളും കൂടുതൽ. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. പ്രോട്ടോണിനേക്കാൾ മാസ് ഉണ്ട് ന്യൂട്രോണിന്, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ മാസ് ഒക്കെ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ 1.67 ഉപയോഗിച്ചാൽ മതി. 10⁻⁻27 രണ്ടിനും ഒരേ വാല്യൂ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്താൽ മതി, അതൊന്നും പ്രശ്നമില്ല. 1.67 into 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, ഇനി ആറ്റോമിക് നമ്പറും മാസ് നമ്പറൊക്കെ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ പിന്നെ എല്ലാം ബേസിക് ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ എ ന്യൂക്ലിയസ് ഇൻ എൻ ആറ്റം ഈസ് കോൾഡ് ആറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണത്തിനാണ് ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. നിങ്ങൾക്കറിയാം ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണം അത്രയും നമ്പർ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? ഇലക്ട്രോണിന്റെ എണ്ണം ഉണ്ടാവുക. എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് സാധാരണ നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. മറ്റൊരു ടേമാണ് മാസ് നമ്പർ. ആറ്റോമിക് നമ്പർ നമ്മൾ സാധാരണ ക്യാപിറ്റൽ Z ആണ് ഉപയോഗിക്കുക. മാസ് നമ്പർ A നമ്മൾ ഉപയോഗിക്കും. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ആറ്റോമിക് മാസ് നമ്പർ. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടി എണ്ണം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ ഉള്ള സാധനങ്ങൾ ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ആണ്. ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടി എണ്ണം കൂടി കൂട്ടുക, അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുന്ന സാധനത്തിനെ നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുക. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെയും കൂടി സമ്മ്, ഇതിനെയാണ് മാസ് നമ്പർ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ Z പ്ലസ് N എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ. സെഡും എന്നും കൂടി കൂട്ടിയാൽ മതി. ഇതാണ് നമ്മൾ പറഞ്ഞ മാസ് നമ്പർ. ഇനി ന്യൂക്ലിയഡ് സാധാരണ ഒരു ന്യൂക്ലിയർ സ്പീഷീസ്, ഒരു ന്യൂക്ലിയഡ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക EXZA ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന സാധനമാണ്. വേർ X ഈസ് ദ എലമെന്റ്, X എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. നമ്മൾ കാർബൺ 612 എന്നൊക്കെ നമ്മൾ എഴുതും അല്ലെ. ഓക്സിജൻ 816 എന്നൊക്കെ എഴുതും. അവിടെ X എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എലമെന്റ് ആണ്. ഓക്സിജൻ ആണെങ്കിൽ O നമ്മൾ കൊടുക്കും, അതാണ് ആ എലമെന്റ്. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് നമ്മൾ Z എന്ന് കൊടുക്കുന്നത്. ഓക്സിജൻ 816 എന്ന് കൊടുക്കുമ്പോൾ 8 ആണ് അതിന്റെ പ്രോട്ടോൺ നമ്പർ, അതാണ് അതിന്റെ ആറ്റോമിക് നമ്പർ, അതാണ് അതിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ. പിന്നെ അവിടെ 16 എന്നുള്ള മുകളിലുള്ള നമ്പർ A ആറ്റോമിക് മാസ് നമ്പർ ആണ്. A എന്ന് പറഞ്ഞാൽ മാസ് നമ്പറുമാണ്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലോ, എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് കിട്ടണമെങ്കിലോ A എന്ന്, കാരണം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെയും കൂടി എണ്ണാണ്. അപ്പൊ എയിൽ നിന്നും Z മൈനസ് ചെയ്താൽ മതി. Z എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണാണ്. അപ്പൊ എയിൽ നിന്നും A മൈനസ് Z ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും അല്ലെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇനി ചില പിന്നെ ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മൾ ആറ്റംസ് കൂടി നമ്മളൊന്ന് നോക്കാം. നോക്കൂ, ദ ആറ്റംസ് ഓഫ് ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിംഗ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ അല്ലെ. കെമിസ്ട്രി പഠിച്ചല്ലേ ഇതും അല്ലെ. ഓക്കെ, അപ്പൊ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. ഐസോ എന്ന് പറഞ്ഞാൽ എന്താ വാക്കിനർത്ഥം? ഐസോ സെയിം അല്ലെ. ഐസോമെറിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐസോ എന്ന് പറഞ്ഞാൽ തന്നെ സെയിം എന്നാണ് അർത്ഥം. ടോപ്പ് എന്ന് പറഞ്ഞാലോ സ്ഥലം, പ്ലേസ് എന്നാണ് അർത്ഥം. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലേസ് എന്നാണ് അർത്ഥം. എന്താ സെയിം പ്ലേസ് എന്ന് ഇതിന് പറയാനുള്ള കാരണം ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്, ഇതൊക്കെ ഒരേ എലമെന്റ് ആണ്. ഹാവിംഗ് സെയിം ആറ്റോമിക് നമ്പർ, ഇതിലൊക്കെ ആറ്റോമിക് നമ്പർ ഒന്നായിരിക്കും ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. എക്സാമ്പിൾ നോക്കൂ, 1H1, 1H2, 1H3 ഒക്കെയാണ് അല്ലെ. ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇതൊക്കെ ഒരേ ആറ്റോമിക് നമ്പർ ആണ്, പക്ഷെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇതിനെ നമ്മൾ ഐസോടോപ്സ് എന്ന് വിളിക്കുന്നത്. വേറെ എക്സാമ്പിൾ നോക്കുമ്പോൾ കാർബണിന് ഒരുപാട് ഐസോടോപ്സ് ഉണ്ട്. കാർബൺ 610 ഉണ്ട്, കാർബൺ 611 ഉണ്ട്, കാർബൺ 612 ഉണ്ട്, കാർബൺ 613 ഉണ്ട്, കാർബൺ 614 ഉണ്ട്, കാർബൺ 615 ഒക്കെ ഉണ്ട്. അപ്പോ ഇത് ഓക്കെ നോക്കൂ. ഇപ്പൊ നമ്മൾ ഇതിന് സെയിം പ്ലേസ് എന്ന് പറയാനുള്ള കാരണം, ഐസോടോപ്പ് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാ?
കാരണം ഇവക്കൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഓക്കെ, സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഐസോടോപ്പ് എന്നിവർക്ക് പേര് വരാനുള്ള കാരണം പീരിയോഡിക് ടേബിളില് ഒരേ പ്ലേസ് ആണ്, സെയിം പ്ലേസ് ആണ് അല്ലെ എല്ലാ ഹൈഡ്രജനും. ഇപ്പൊ ഹൈഡ്രജൻ എന്നുള്ള ഒരു ആറ്റത്തിന് ഒറ്റ സെല്ലല്ലേ പിന്നെ നമ്മള് പീരിയോഡിക് ടേബിളിലുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ കാർബൺ ആണെങ്കിൽ കാർബൺ ഒറ്റ സെല്ലുള്ളൂ. കാർബണിന്റെ എല്ലാ ഐസോടോപ്പുകളും ആ ഒരു പ്ലേസിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. സോ ഏതായാലും ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിംഗ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. സെയിം ആറ്റോമിക് നമ്പർ ആണ് അല്ലെ 1H1 എല്ലാത്തിനും 1 ആണ്. എന്നാൽ മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. 1, 2, 3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജന്റെ. കാർബണിന്റെ ഒക്കെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. കാർബൺ 6 10 മുതൽ 11, 12, 13 ഒക്കെ ഉള്ളതൊക്കെ കാർബൺ 6 തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ദേ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം. സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അതുകൊണ്ടാണ് ആറ്റോമിക് നമ്പർ സെയിം ആയത്. പക്ഷെ ന്യൂട്രോണിന്റെ എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോ കാർബണിന്റെ കേസ് നമ്മൾ നോക്കാം. കാർബൺ 6, 10 എത്ര പ്രോട്ടോൺസ് ആണ്? 6 പ്രോട്ടോൺസും 4 ന്യൂട്രോൺസും. കാർബൺ 6, 11 ആകുമ്പോഴോ 6 പ്രോട്ടോൺസും 5 ന്യൂട്രോൺസും വരും അല്ലെ. കാർബൺ 6, 12 ആകുമ്പോൾ 6 പ്രോട്ടോൺസും 6 ന്യൂട്രോൺസും. ഇനി അടുത്ത് കാർബൺ 6, 13 ആണെങ്കിൽ 6 പ്രോട്ടോൺസും 7 ന്യൂട്രോൺസും വരും. ഇങ്ങനെ പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആണ്. അതേ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും അതിന്റെ ന്യൂക്ലിയസിൽ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് വിളിക്കുക. ഇനി അടുത്തൊന്ന് ഐസോ ബാർ ആണ്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർ എന്ന് പറഞ്ഞാൽ മാസ്, വെയിറ്റ് എന്നാണ് അർത്ഥം. അപ്പൊ സെയിം വെയിറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഐസോ ബാർ സെയിം വെയിറ്റ്. നോക്കൂ, ദ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റുകളാണ് ഹാവിംഗ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ സെയിം ആണ്, പക്ഷെ ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ഇങ്ങനത്തെയാണ് ഐസോ ബാർ എന്ന് വിളിക്കുക. ദേ ഹാവ് ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സോഡിയം 1122, Na1122, നിയോൺ Ne1022. നമുക്ക് രണ്ടിന്റെയും മാസ് നമ്പർ സെയിം ആണ്, 22 അല്ലെ. 22 ആണ്. എന്നാൽ ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, 10ഉം 11ഉം ആണ്. അപ്പോ ദേ ഹാവ് ഡിഫറെന്റ് മാസ്, ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കാൽഷ്യം 2040ക്കും ആർഗൺ 1814ക്കും നമ്മൾക്ക് അറിയാൻ പറ്റും മാസ് നമ്പർ സെയിം ആണ്, ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് സെയിം ആറ്റോമിക് നമ്പർ സെയിം മാസ് നമ്പർ ആണ്, ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ഉള്ളതിനാണ് ഐസോബാർ. വെയിറ്റ് ഏകദേശം സെയിം ആയിരിക്കും ഇത് രണ്ടിനും, അതുകൊണ്ടാണ് ഐസോബാർ എന്നുള്ള പേര് വരാനുള്ള കാരണം. ഇതിന്റെ പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആണോ? അല്ല. ഇപ്പൊ സോഡിയം 11ലും നിയോൺ 10ലും പ്രോട്ടോണിന്റെ എത്ര സെയിം ആണല്ല. 1ൽ 11 ഉണ്ട്, 1ൽ 10 ഉണ്ട്. ന്യൂട്രോണിന്റെ എണ്ണം സെയിം അല്ല, പ്രോട്ടോണിന്റെ എണ്ണം ഡിഫറെന്റ് ആണ്. ഈ ന്യൂട്രോണിന്റെ എണ്ണം അതും ഡിഫറെന്റ് തന്നെയാണ് അല്ലെ. സോഡിയത്തിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 11 പ്രോട്ടോൺസും 11 ന്യൂട്രോൺസും ഉണ്ടാവും. എന്നാൽ നിയോണിലോ 10 പ്രോട്ടോൺസും 12 ന്യൂട്രോൺസും ആണ്. അപ്പോൾ രണ്ടിലും പ്രോട്ടോണിന്റെ എണ്ണം ന്യൂട്രോണിന്റെ എണ്ണം ഒക്കെ ഡിഫറെന്റ് ആണ്. ഇതാണ് ഐസോബാർ. മറ്റൊന്ന് ഐസോട്ടോൺ. ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ന്യൂട്രോൺസ്, അങ്ങനെ പേരിൽ തന്നെ അർത്ഥം. ഐസോട്ടോൺ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റുകളാണ്. പിന്നെ ഹാവിംഗ് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെന്റ് മാസ് നമ്പർ. ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് ആണ്, മാസ് നമ്പറും ഡിഫറെന്റ് ആണ്. ബട്ട് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് എണ്ണം മാത്രം സെയിം ആയിരിക്കും. ഇതിനെയാണ് ഐസോട്ടോൺസ് എന്ന് വിളിക്കുക. നമ്മൾ ഐസോബാർ എന്ന് വിളിക്കുമ്പോൾ, അല്ല, നമ്മൾ ആദ്യം പറഞ്ഞ ഐസോട്ടോപ്പിൽ സെയിം എലമെന്റ് ആണ്. ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. ഡെഫിനിഷൻ കൊടുത്താൽ നിങ്ങൾ നോക്കണം. ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് അല്ലെ, ഒക്കെ ഹൈഡ്രജൻ, ഒക്കെ കാർബൺ ആണ്. ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആണ്. ആറ്റോമിക് നമ്പർ സെയിം ആയിട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആവുക. ഐസോബാറിലും ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ആണ്, സെയിം എലമെന്റ് അല്ല. ഒന്ന് സോഡിയം ആണെങ്കിൽ മറ്റേ സോഡിയം അല്ല, നിയോൺ ആണ് അല്ലെ. കാൽഷ്യം ആണെങ്കിൽ ആർഗൺ ആണ്. അപ്പൊ ഡിഫറെന്റ് എലമെന്റ് ആണ്, പക്ഷെ എന്നിട്ടും അവർക്ക് മാസ് നമ്പർ സെയിം ഉണ്ട്, ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഐസോട്ടോണിൽ ഡിഫറെന്റ് എലമെന്റ് ആണ്, ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ആണ്, ഡിഫറെന്റ് മാസ് നമ്പറും ആണ്, ഒക്കെ ഡിഫറെന്റ് ആണ്. പിന്നെ എന്താണ് ആകെ സെയിം ആയിട്ടുള്ളത്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എക്സാമ്പിൾ നോക്കൂ. 1H3 ട്രിഷ്യം, അതേപോലെ ഹീലിയം 2, ആറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല, 1ഉം 2 ആണ്. മാസ് നമ്പർ സെയിം ആണോ? അല്ല, 3ഉം 4 ആണ്. പക്ഷെ ഇതിൽ എത്ര, ആദ്യത്തിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 3 1 മൈനസ് ചെയ്ത് 2 ഉണ്ട്. ഹീലിയത്തിലോ 4 2 മൈനസ് 2. അപ്പൊ രണ്ടിലും 2 ആണുള്ളത്, സെയിം ആണ് അല്ലെ. കാർബൺ 6 14ഉം ഓക്സിജൻ 8 16ഉം ഐസോട്ടോൺസുകളാണ്. മാസ് നമ്പർ ഡിഫറെന്റ് ആണ്, ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് ആണ്, പക്ഷെ ന്യൂട്രോൺ എണ്ണം സെയിം ആയിരിക്കും അല്ലെ. 14ന്ന് 6 പോയാൽ 8 ആണുള്ളത്. ഓക്സിജന്റെ കേസിലും 8 തന്നെയാണ്. 16ന്ന് 8 പോയ 8. അപ്പോൾ ന്യൂട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും.
ഇതാണ് ഐസോട്ടോൺസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. താങ്ക് യു.